തൊടുപുഴ മൂലമറ്റം റൂട്ടിലെ ആർക്കുളം ജംഗ്ഷനിൽ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞ് ഇടുക്കി പോണ വഴിക്കാണ് അതിമനോഹരമായ തുമ്പച്ചി മല സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് തുമ്പച്ചിമല കയറാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് കുത്തന്നെ ഒരു കയറ്റമാണ്. സൈഡിലായിട്ട് ഈശോ പലമുകളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാം കേട്ടോ. ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ, അതായത് കുരിശിൻ്റെ വഴിയുടെ 14 സ്ഥലങ്ങളും ഇവിടെ അതിമനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ മുതൽ താഴേക്ക് നോക്കുമ്പോൾ ചെറിയ മലകളും താഴ്വരകളും ഒക്കെ നമ്മൾ കണ്ടു തുടങ്ങും. ഇതൊരു വെള്ളച്ചാട്ടം കേട്ടോ ഈ കാണുന്നത്. നമ്മൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു തോമസ് ലീഹായുടെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ വന്ന ക്രിസ്തു ശിഷ്യനാണ് തോമസ് ലീഹ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല വ്യൂ പോയിൻ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ മുകളിലെത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയ മാതാവിൻ്റെ ഗ്രോട്ടോ ഉണ്ട്. ഇതാണ് തുമ്പച്ചിമലയിലെ പള്ളി. എൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട് കേട്ടോ. അതിനകത്ത് നിറച്ച് ആമ്പലാണ്. കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്ഥലം കാണാം കേട്ടോ. ഇത് ഈശോ പ്രസംഗിക്കുന്നതിൻ്റെ ഒരു സ്റ്റാച്ചു ആണ്. ഇവിടെ ഇങ്ങനെ കസേരയ്ക്ക് പകരം കല്ലുകൊണ്ട് തന്നെ സീറ്റ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ നല്ല സുഖമാണ്. വളരെ സുന്ദരമായ കാഴ്ചകളാട്ടോ നമ്മൾ താഴേക്ക് നോക്കിയാൽ. തീർന്നിട്ടില്ല കേട്ടോ, ഇനിയുണ്ട് കാഴ്ചകളെ. ഇവിടെ ഇത് വലിയൊരു പാറയാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്കിങ്ങനെ നടക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. സൈഡിൽ വേലി ഉള്ളതുകൊണ്ട് നമുക്ക് പേടിക്കാതെ നടക്കാം. ഒരു ഗുഹ പോലെയാട്ടോ ഇതിൻ്റെ അടിയിലേക്ക്. ഇവിടെ ഒരു പുൽക്കൂട് പോലെ ഇങ്ങനെ ഉണ്ണീശോയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉള്ള കാഴ്ച കേട്ടോ ഇത്. ഒരുപക്ഷെ ഇടുക്കിയിൽ തന്നെ ഇത്രയും നല്ലൊരു വ്യൂ പോയിൻ്റ് കിട്ടുന്ന സ്ഥലം വേറെ ഉണ്ടാവില്ല കേട്ടോ. ഇത്ര വലിയൊരു പാറയുടെ അടിയിലാണ് ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. രണ്ട് വലിയ പാറകളുടെ ഇടയ്ക്കൂടെയുള്ള വഴിയാണിത്. ഇവിടെ യോന പ്രവാചകനെ മത്സ്യം വിഴുങ്ങുന്ന ഒരു ദൃശ്യം അതിമനോഹരമായിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈശോയെ കുരിശുമരണത്തിന് ശേഷം അടക്കിയിരിക്കുന്ന ഒരു ദൃശ്യമാണ്. മുന്നോട്ട് പോയി കഴിയുമ്പോൾ വീണ്ടും നല്ല രസമായിട്ടോ. നമ്മളൊരു ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. എന്നാലും അതിൻ്റേതായ ചൂടോ ക്ഷീണമോ ഒന്നും നമുക്കില്ലായിരുന്നു കേട്ടോ. എപ്പോഴും ഒരു തണുത്ത കാറ്റുണ്ട് ഇവിടെ. ഇവിടെ ഫുള്ളിങ്ങനെ പാറയാണ്. ഓരോ പാറയുടെ മുകളിലാട്ടോ ഓരോ സ്റ്റാച്ചു ഇങ്ങനെ വച്ചേക്കുന്നത്. ഇവിടെ ഇങ്ങനെ കയറി നിന്ന് നമുക്ക് കാണാൻ പറ്റുമേ. ഇത് ഈശോയെ സാത്താൻ പ്രലോഭിപ്പിക്കുന്ന ഒരു ദൃശ്യമാട്ടോ. അതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണുമ്പോൾ ഉള്ള ദൃശ്യം കേട്ടോ ഇത്. നല്ല രസമാണ്. ഇടി മഴയൊന്നും ഉള്ളപ്പോൾ ഇവിടെ വരരുത് കേട്ടോ, കാരണം അത്രയും ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്.
നമ്മൾ താഴെ നിന്ന് കയറി വന്ന ആ 2 പാറയുടെ ഇടയ്ക്കൂടെയുള്ള വഴിയാട്ടോ. ഇതൊരു പുളിമരമാണ്. ഇതിൽ പുളി നിൽക്കുന്ന കണ്ടപ്പോൾ കൊച്ചിന് വേണമെന്ന് പറഞ്ഞപ്പോൾ പപ്പ കയറി പറിക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ഇറങ്ങി വന്ന് നമ്മൾ പള്ളി അടച്ചിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് പള്ളിക്ക് അകത്ത് കയറത്തില്ലായിരുന്നു. നമ്മൾ പള്ളിയുടെ തിണ്ണെ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.